ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇന്നലെ ഭക്ഷണം തരില്ല എന്ന് അക്ബർ പറഞ്ഞത് നൂറയ്ക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ നൂറ ആദിലയോട് പറയുന്നു, ഇന്ന് രാവിലെ തന്നെ അക്ബർ എന്റെ ടൈറോയിഡിന്റെ മരുന്നെടുത്ത് എനിക്ക് തന്നു. അപ്പൊ ഞാൻ അതവിടെ വെക്കാൻ പറഞ്ഞു. ചില കാര്യങ്ങളുണ്ടല്ലോ അതെന്റെ മനസ്സിൽ നിന്ന് പോയില്ല. അന്ന് അനീഷേട്ടൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ, അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അയാളൊരു നല്ല വ്യക്തിയാണ്, അയാൾക്കൊരു വ്യക്തിത്വമുണ്ട്. പക്ഷെ ഈ കാര്യമുണ്ടല്ലോ, എന്റെ മുഖത്ത് നോക്കി ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞത് അത് ഞാൻ മരിച്ചാലും മറക്കില്ല. അപ്പോൾ അതിലെ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് അയാളോടുള്ള ഒരു ഇത് പോയി ബേബി, അയാളോടുള്ള ഒരു കണക്ഷൻ ഇപ്പോൾ പൂർണ്ണമായും പോയി. മടുത്തു. ഇത്ര വൃത്തികെട്ട ആളുകളോടൊക്കെ നമ്മൾ എന്തിനു ക്ലോസ് ആയിട്ട് ഇടപെടണം എന്നൊക്കെ ആദിലങ്ങനെ നൂറയോട് ചോദിക്കുന്നു. അപ്പൊ നൂറ പറയുന്നു, ഈ ആഴ്ച എവിക്റ്റായി പുറത്തു പോയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇവിടെ നിന്ന് പുറത്താവാൻ ഡിസേർവ് ആയവർ ഇതുവരെയായിട്ടും പുറത്തു പോയിട്ടില്ല എന്നെല്ലാം പറയുന്ന ആദിലെ നൂറയെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നൂറ ഫ്ലോർ ക്ലീൻ ആക്കാത്തത് നൂറയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുള്ളത്. പക്ഷെ അതിന്റെ പേരിൽ ഭക്ഷണം തരില്ല എന്ന തീരുമാനം കിച്ചൺ ടീമിന്റെ വളരെ മോശമായിരുന്നു. കാരണം ഭക്ഷണം എന്നെല്ലാം പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ കിച്ചൺ ടീം ഉച്ചക്കത്തെ ഫുഡ് രാത്രിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 3 നേരത്തെ ഫുഡ് 2 നേരമാക്കി ഒതുക്കി. അതിന് പിന്നാലെ നൂറയ്ക്കൊക്കെ വോമിറ്റിങ്ങും ഗ്യാസ് പ്രോബ്ലം എല്ലാം ആയിട്ട് മെഡിസിൻ എല്ലാം കഴിക്കുന്നു. എന്തായാലും ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി. എന്നാലും നൂറയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫ്ലോർ ക്ലീൻ ആക്കുക എന്നത് നൂറയുടെ കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം നൂറയാണ് ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റൻ. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ അതിരാവിലെ നൂറയും ആദിലയും അതേ പറ്റിയെല്ലാം സംസാരിക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.